أعوذ بالله السميع العليم من الشيطان الرجيم وآتوهم مما لله الذي آتاكم اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാനിന്റെ ശേഷിക്കുന്ന രാപ്പകലുകൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരെ മുസ്ലിമെന്നോ ഇതരരെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും അസ്വസ്ഥപ്പെടുത്തുന്ന, അവരുടെ സമാധാന ജീവിതത്തിന് വിള്ളൽ വീഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നാം ജീവിക്കുന്ന ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതിൻ്റെയും പേരിൽ അസ്വസ്ഥരാകുന്നവരുണ്ട്. അതിലേറ്റവും മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനാകുന്നത് അവരുടെ മക്കളുടെ വിഷയത്തിലാണ്. തങ്ങൾക്ക് തണലും കാവലുമൊക്കെ ആകേണ്ടുന്ന മക്കൾ തങ്ങളുടെ ഘാതകരായി മാറുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് കയ്യും കണക്കുമില്ലാതെയായിട്ടുണ്ട്. മക്കൾ നന്നാവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലുള്ള ഉത്തരം നമ്മൾ സ്വയം നന്നാകുക എന്നാണ്. നമ്മൾ നന്നായാൽ നമ്മുടെ മക്കളും നന്നാകും എന്നുള്ളതാണ് പൊതുവെയുള്ള അനുഭവങ്ങളും ചരിത്രങ്ങളും. വിശുദ്ധ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന സൂറ അൽ കഹ്ഫിൽ ഖളിർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു യാത്രയെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന്, അവരൊരു നാട്ടിൽ ചെന്നിറങ്ങി ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു. അവർ ഭക്ഷണം കൊടുക്കാൻ വിസമ്മതിച്ചു, ഭക്ഷണം നൽകിയില്ല. അവിടെ ഒരു തകർന്നടിഞ്ഞു കിടക്കുന്ന മതിൽ ഖളിർ അലൈഹിസ്സലാമിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആ മതില് അദ്ദേഹം നന്നാക്കി കൊടുത്തു. അതിന് പ്രതിഫലമൊന്നും പറ്റിയില്ല. കൂടെയുണ്ടായിരുന്ന മൂസാ നബി അലൈഹിസ്സലാം ഖളിർ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ മതിൽ പുതുക്കിപ്പണിത് കൊടുത്തതിനുള്ള പ്രതിഫലം പറ്റാമായിരുന്നുവല്ലോ. മഹാനായ ഖളിർ അലൈഹിസ്സലാം അതിന് നൽകിയ വിശദീകരണം അതിന്റെ ചുവടെ പറയുന്നുണ്ട്. ഈ മതിൽ രണ്ട് അനാഥകളുടെ അവരുടെ സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല പിതാവിന്റെ രണ്ട് മക്കളാണ് ഇവർ അനാഥകളായതാണ്. അവർക്കുള്ള ധനം ആ മതിലിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്, വേറൊരാൾക്ക് അത് കിട്ടാതെ ഭദ്രമായി അത് അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഭദ്രമായ മതിൽ ഞാൻ പുതുക്കിപ്പണി ചെയ്തത് എന്ന്
ഖളിർ അലൈഹിസ്സലാം മറുപടി പറയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ഗുണപാഠങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം, നമ്മൾ നന്നായാൽ നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. അല്ലാഹുവിന്റെ ഒരു ഹിഫ്ള്, സംരക്ഷണം നമ്മുടെ മക്കൾക്കും ലഭിക്കും എന്ന് ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇതിൽ നിന്നും പല പാഠങ്ങളും നിർദ്ധാരണം ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്, ഈ വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഇന്ന് ഗൗരവപൂർവം ചിന്തിക്കുന്നത്, നമ്മൾ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും പരമാവധി നന്നായിട്ടുണ്ടോ എന്ന് നമ്മളൊരു ആത്മവിമർശനം നടത്തുകയാണ്. നിങ്ങൾ ആരും ശരിയല്ല എന്ന് വിധി പറയുകയോ ആരും നല്ലവരല്ലെന്ന് വിധിയെഴുത്തോ ഇവിടെ ഉദ്ദേശമേ ഇല്ല. നമ്മൾ സ്വയം ഓരോരുത്തരും ആത്മപരിശോധന നടത്തുകയാണ്. നമ്മൾ നമ്മുടെ റബ്ബുമായുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടുകളും യഥാവിധി നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റബ്ബുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്ത്, ഇബാദത്തിന്റെ എല്ലാ തലങ്ങളും ഓരോന്നോരോന്നായി ഇവിടെ എടുത്ത് വിശകലനം ചെയ്യുക സാധ്യമല്ല. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരാളെ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു അംഗമായി, ഒരു മെമ്പറായി പരിഗണിക്കണമെങ്കിൽ അയാൾ അനിവാര്യമായും ചെയ്തിരിക്കേണ്ടുന്ന സാമ്പത്തികമായ ഇടപാടിൽ അയാൾ നല്ലവനാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സമ്പത്ത് ഒരു നിശ്ചിതമായ തോത് എത്തിക്കഴിഞ്ഞാൽ അതിൽ പാവപ്പെട്ടവന്റെ അവകാശമുണ്ടാകും. ആ സമ്പത്ത് അർഹരായ ആളുകൾക്ക് നൽകുക വഴി ആ ഒരു മേഖലയിൽ സ്വാലിഹാണ്, ഞാൻ യഥാവിധി അക്കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് മനസാക്ഷിയെ വഞ്ചിക്കാതെ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലേ എന്നതാണ്. സക്കാത്തുമായി ബന്ധപ്പെട്ട അഥവാ സാമ്പത്തികമായ ബാധ്യതയാകുന്ന നിർബന്ധദാനമാകുന്ന സക്കാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ എല്ലാം ഇവിടെ പറയണമെന്നില്ല. അത് ഇപ്പോൾ അത് സാധ്യവുമല്ല. ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ അയാൾക്ക് ബോധം വരണമെങ്കിൽ ഇനി ഇവിടുന്ന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ ഗൗരവമായി ശ്രദ്ധിച്ചാൽ മതി. വിശുദ്ധ ഖുർആൻ ധനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു നടത്തിയിട്ടുള്ള ഒരു പരാമർശം, നിങ്ങൾ അവർക്ക് അള്ളാഹുവിന്റെ മാലിൽ നിന്ന് നൽകണം, ഞാൻ നിങ്ങൾക്ക് നൽകിയ ധനം ആ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം എന്നൊരു പരാമർശം വിശുദ്ധ ഖുർആനിൽ കാണാം. ഒന്നാമതായി അറിയേണ്ടത്, ധനം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. നമ്മുടെ അധ്വാനം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ആസൂത്രണം, ഇതുകൊണ്ടാണ് നാം ധനാഢ്യരായത്, നാം സ്വയം പര്യാപ്തരായത് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ ആസൂത്രണ ശേഷി പോലും പടച്ചവൻ നൽകിയതാണ്. നമ്മുടെ ബുദ്ധി വൈഭവം പോലും അല്ലാഹു തആല നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൂടെ ഒത്തുചേരുമ്പോഴാണ് പിന്നീട് ഈ ഒരു സാമ്പത്തികമായ വളർച്ച, വികാസം ഉണ്ടാകുന്നത്. അപ്പൊ ഒന്നാമതായി ധനത്തിന്റെ സാക്ഷാൽ ഉടമ അല്ലാഹുവാണ് എന്നറിയണം. യഥാർത്ഥത്തിൽ ധനം മാത്രമല്ല, നമുക്ക് നമ്മുടേത് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഒന്നുമില്ല.
ഒരു സാധനവുമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ പോലും നമ്മുടേതല്ല. നമ്മളൊരു സൗകര്യാർത്ഥം എന്റെ കൈ, എന്റെ കണ്ണ്, എന്റെ തല എന്നൊക്കെ പറയുന്നു. നമ്മളല്ല ഇതിന്റെ ഉടമസ്ഥർ. താൽക്കാലികമായ ഉപയോഗാധികാരം അല്ലാഹു തആല പരിമിതമായ സമയത്തേക്ക് താൽക്കാലികമായി ഇത് ഉപയോഗിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് മാത്രം. അല്ലാതെ നമ്മളല്ല ഇതിന്റെ ഉടമ. ഞാൻ ഇന്ന് താമസിക്കുന്ന എന്റെ വീട്, നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന നിങ്ങളുടെ വീടുകൾ, നമ്മൾ സൗകര്യാർത്ഥം എന്റെ വീട് എന്ന് പറയും. ഈ വീടിനെ കുറിച്ച് തന്നെയാണ് എന്റെ വാപ്പ എന്റെ വീട് എന്ന് പറഞ്ഞിരുന്നത്. വാപ്പാന്റെ വാപ്പ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വീട് എന്നാണ്. എന്റെ കാലശേഷം എന്റെ മക്കൾ പറയും എന്റെ വീടാണ്. അപ്പൊ എത്രയോ തലമുറകൾ എന്റേത് 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 എന്ന് പറഞ്ഞ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടേതല്ല അത്. അതിന്റെ യഥാർത്ഥ ഉടമ, സാക്ഷാൽ ഉടമ അല്ലാഹുവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗകര്യാർത്ഥം പറയുന്നതാണ്. ഞാൻ എന്റേതായിരുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടേതായിരുന്നുവെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒരു രോഗം വരാനും നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ താടിരോമങ്ങളിൽ ഒന്നുപോലും അതിനെ നിരബാധിക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഒരു രോഗവും വരാൻ, നമ്മുടെ ശരീരത്തിലേക്ക് ചേക്കാറാൻ ഒരു രോഗത്തെയും നമ്മൾ അനുവദിക്കില്ല. ഇത് നമ്മുടെ നിയന്ത്രണത്തിലോ നമ്മുടെ ഉടമാവകാശത്തിലോ അല്ല എന്നാണ് അതൊക്കെ അർത്ഥമാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അവന് മാത്രമേ നേർച്ച നേരാവൂ. വേറൊരാളോടും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇത് തൗഹീദിന്റെ ഭാഗമായതുപോലെ തന്നെയാണ് തൗഹീദുർ റുബൂബിയ്യയുടെ ഭാഗമാണ് ഈ ധനം എന്റേതല്ല എന്ന വിശ്വാസവും. അത് തൗഹീദുർ റുബൂബിയ്യയുടെ ഭാഗമാണ്. ഇതിന്റെ സാക്ഷാൽ ഉടമ അല്ലാഹുവാണ്. അപ്പോൾ ഒരു ശുദ്ധമായ തൗഹീദുർ റുബൂബിയ്യ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അയാൾ സ്വമേധയാ സക്കാത്ത് കൊടുക്കാൻ തയ്യാറാകും. കാരണം ഇതെന്റേതല്ല, ഇതിന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നയാൾക്ക് ബോധം വന്നാൽ അവിടെ തൗഹീദുർ റുബൂബിയ്യ ശരിയാം വിധം അയാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അയാൾ തീർച്ചയായും സക്കാത്ത് കൊടുക്കാൻ സ്വമേധയാ തന്നെ അയാൾ അതിന് തയ്യാറാകുവാൻ നിർബന്ധ ബാധ്യത അയാൾ വിട്ടു. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനമേ കൊടുക്കേണ്ടതുള്ളൂ. വളരെ ചെറിയ ശതമാനമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഭീമമായ സംഖ്യ പല മേഖലകളിലും ചെലവഴിക്കുന്ന ആളുകൾക്ക് തുച്ഛമായ സക്കാത്ത് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. സക്കാത്തിന്റെ കൊടുക്കേണ്ടെന്ന അതിന്റെ വിഹിതം പറയുന്ന ഭാഗങ്ങൾ പരിശോധിച്ചാൽ, അതിന്റെ ഇനങ്ങളൊക്കെ പരിശോധിച്ചാൽ കൊടുക്കൽ ബാധ്യതയായത് ഒട്ടുമിക്ക സ്വത്തിലും വെറും 2.5%. 2.5% അല്ലെങ്കിൽ 5%, 10%, പരമാവധി പോയാൽ 20%. അതിനപ്പുറത്തേക്ക് പോകില്ല. നമ്മളൊക്കെ 2.5%, 20% നിധി കിട്ടണം. അതിപ്പോ പറയേണ്ട കാര്യമില്ല. സാധാരണഗതിയിലുള്ള നമ്മുടെ സമ്പത്തിന്റെ ഒക്കെ സക്കാത്ത് 2.5%. വളരെ തുച്ഛമായ ഒരു സംഖ്യ. അഥവാ ഒരാളുടെ കയ്യിൽ അവന്റെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞെന്നല്ല, അത്യാവശ്യ ചെലവ് കഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ 1,00,000 രൂപ അവന്റെ കയ്യിൽ ഒരു കൊല്ലമായിട്ട് അതുണ്ട്. കൊല്ലം തികഞ്ഞു. അവൻ കൊടുക്കേണ്ടുന്ന സക്കാത്ത് 2,500 രൂപയാണ്. ചെറിയൊരു ശതമാനമാണ് അയാൾ കൊടുക്കേണ്ടത്. കാലികളുടെ സക്കാത്ത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇവിടെ അത് ഇപ്പോൾ പ്രസക്തമല്ല. പക്ഷേ കാലികളുടെ സക്കാത്തിന്റെ
തോത് നമ്മൾ പരിശോധിച്ചാൽ വളരെ ചെറിയ ഒരു ശതമാനമാണ് എന്ന് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പെട്ടെന്ന് മനസ്സിലാവും. 40 ആട് ഉള്ള ഒരാൾ, ഞാൻ കാലികളെ സക്കാത്ത് പഠിപ്പിക്കാനല്ല ഇത് പറയുന്നത്, ശതമാനം വളരെ കുറവാണ് എന്നൊരു ഒറ്റക്കാര്യം ബോധ്യപ്പെടുത്താനാണ്. 40 ആടുള്ള ഒരാൾ, അയാൾ ഒരു ആടിനെയാണ് കൊടുക്കേണ്ടത്. 40 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് 80 അല്ല, 120 ആണ്. 120 ആടുണ്ടെങ്കിൽ അയാൾ 2 ആടിനെയാണ് കൊടുക്കേണ്ടത്. ബാക്കി 118 ആടും അയാൾക്ക് എടുക്കാം. 119 ആടുണ്ടെങ്കിൽ ഒരൊറ്റ ആടിനെ കൊടുക്കേണ്ടതുള്ളൂ. 120 തികഴുമ്പോഴാണ് 2 ആടിനെ കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ചെറിയൊരു ശതമാനമാണ് സക്കാത്തായി നൽകേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ എന്നാ പറഞ്ഞിട്ടുള്ളത്. നാം അവർക്ക് നൽകിയതൊക്കെ ചെലവഴിക്കുക എന്നല്ല, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്പം ചെലവഴിക്കുക എന്നാണ് ഇതിനർത്ഥം. വളരെ ചെറിയ ഒരു ഭാഗമാണ് നൽകേണ്ടത്. നമ്മുടെ അത്യാവശ്യ ചെലവ് കഴിഞ്ഞ് 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള കാശ് ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ, കൊല്ലം തികഞ്ഞാൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. അതിലെ 2.5% നമ്മുടേതല്ലേ അല്ല, അതിന് അവകാശികൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അവരെ നമ്മൾ തേടിപ്പിടിച്ച് കണ്ടെത്തി അവർക്കത് എത്തിച്ചു കൊടുക്കേണ്ടത് ബാധ്യത നമുക്കുണ്ട്. 2.5% അവിടെ കൊടുക്കേണ്ടത്. 595 ഗ്രാം എന്ന് പറയുന്നത് നിലവിൽ സക്കാത്ത് നിർബന്ധമായ സമയത്ത്, അഥവാ നമ്മുടെ കയ്യിലുള്ള കാശിന് ഒരു കൊല്ലം തികഞ്ഞു, ആ കൊല്ലം തികയുന്ന സമയത്ത് അപ്പോൾ മാർക്കറ്റിൽ 595 ഗ്രാം വെള്ളിക്ക് എന്താണോ വില എന്ന് നോക്കുക. അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ കച്ചവടത്തിലുണ്ട്, നമ്മുടെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളിലുണ്ട്. ഒരാളുടെ വീട്ടിൽ അവരുടെ ഭാര്യയാകട്ടെ, മകളാകട്ടെ, ഉമ്മയാകട്ടെ, ഒരു പെണ്ണിന് 10.5 പവൻ സ്വർണം അവൾക്കുണ്ടെങ്കിൽ അതിന്റെ 2.5% ആരാണോ അതിന്റെ ഉടമ, അവളാണെങ്കിൽ അവൾ കൊടുക്കണം. അതിന്റെ സക്കാത്ത് അവൾ കൊടുത്തിരിക്കണം. പക്ഷേ 100ഉം 200ഉം മഞ്ഞ ലോകത്തിൽ മുക്കി മകളെ ഭർത്തൃ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു പിതാവും പറയാറില്ല, മോളെ ഇതിന്റെ 2.5% വർഷാവർഷം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇതിന് പകരമായി അല്ലാഹു തആല തീയുടെ ആഭരണങ്ങൾ അണിയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വചനങ്ങൾ ഒരു പിതാവും മകളോട് പറയാറില്ല എന്നാണ് എന്റെ ധാരണ. ഒരുപക്ഷെ ധാരണ തെറ്റാവാം. അങ്ങനെ പറഞ്ഞു കേട്ടതായി ഒരനുഭവമില്ല. ഈ ഒരു സ്വർണം ഉണ്ടാക്കാൻ അയാൾ അധ്വാനിച്ചതിന്റെ, കഷ്ടപ്പെട്ടതിന്റെ ഒരു ചെറിയ ശതമാനം പോലും, ഒരു ചില്ലിക്കാശും ചെലവില്ലാതെ അയാൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു നസീഹത്താണ്, മകളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഈ സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണല്ലോ. അതിലേറെ വലിയ സ്നേഹമാണ് ഇതിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന ഉപദേശം. അതിന് തയ്യാറാകണം. അതല്ലെങ്കിൽ അതവൾക്ക് ദുരന്തമായി മാറും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്താൽ മതി. ഒന്ന്, നമ്മുടെ സ്വത്തിന്റെ ഉടമ നമ്മളല്ല. 2, ഈ സ്വത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് വെറും 2.5% മാത്രമാണ്. മൂന്നാമതായി, നമ്മൾ ഈ സക്കാത്ത് നിർവഹിക്കുന്നതിലൂടെ നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പണക്കാരാക്കിയത്, പണക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോടീശ്വരന്മാരെ മനസ്സിൽ കാണേണ്ട കാര്യമില്ല. ശറഈന്റെ ഭാഷയിൽ പണക്കാരൻ എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളി വാങ്ങാനുള്ള കാശ് എല്ലാ ചെലവും കഴിച്ചവന്റെ കയ്യിലുണ്ടെങ്കിൽ ശറഈന്റെ ഭാഷയിൽ അവൻ മുതലാളിയാണ്. അല്ലാതെ കോടീശ്വരൻ, ലക്ഷപ്രഭു അവൻ മാത്രമാണ് ധനാഢ്യൻ എന്ന് വിചാരിക്കണ്ട. 595 ഗ്രാം
വെള്ളി വാങ്ങാനുള്ള കാശ് അത്യാവശ്യ ചെലവ് കഴിച്ച് ഒരു വർഷം അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഷറഇന്റെ ഭാഷയിൽ അവൻ മുതലാളിയാണ്. അതിന്റെ 2.5% എന്റേതല്ല, നിങ്ങളുടേതല്ല, അതിന്റെ അവകാശം വേറെയാണ്. അത് കൊടുത്ത് വീട്ടുക തന്നെ വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു ധനാഢ്യൻ എന്ന് പറയും ഒരാളെ അല്ലാഹു തആല പണക്കാരനാക്കുന്നത് അവനെ ആദരിച്ചതിന്റെ ഭാഗമല്ല. ഒരാളെ അല്ലാഹു തആല ദരിദ്രനാക്കുന്നത് അവനെ അവഗണിച്ചതിന്റെ ഭാഗവുമല്ല. ദരിദ്രനെ അവഗണിക്കുകയോ ധനാഢ്യനെ പരിഗണിക്കുകയോ അല്ല ചെയ്യുന്നത്. രണ്ടും പരീക്ഷണമാണ്. ധനം നൽകിയും പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ടും പരീക്ഷിക്കും. ധനം നൽകിയിട്ട് ഈ ധനത്തിന് അവന് ശുക്ർ കാണിക്കുമോ എന്ന് അല്ലാഹു തആല പരീക്ഷിക്കും. ദാരിദ്ര്യാവസ്ഥയിലാക്കിയിട്ട് ഈ ദാരിദ്ര്യാവസ്ഥയിൽ അവൻ ക്ഷമ കൈക്കൊള്ളുമോ എന്നും പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമാണ്. പിന്നെന്തിനാണ് അല്ലാഹു തആല കുറെ ആളുകൾക്ക് നൽകുന്നു, കുറെ ആളുകൾക്ക് തടഞ്ഞു വെക്കുന്നു? അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ആ സുന്നത്ത് ഇവിടെ നിലനിന്നെങ്കിലേ രാജ്യത്ത്, ലോകത്ത് പുരോഗതി ഉണ്ടാകൂ. എല്ലാവരും പണക്കാരായാൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. എല്ലാവരും ദരിദ്രരായാലും സ്ഥിതി അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകം പുരോഗതി പ്രാപിക്കാൻ അള്ളാഹ് സ്വീകരിച്ചിട്ടുള്ള അവന്റെ ഒരു സുന്നത്താണ് അത് എന്ന് അതിന്റെ പാഠമായി ചില പണ്ഡിതന്മാർ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പരീക്ഷണത്തിൽ വിജയിച്ചെങ്കിലേ നമുക്ക് സ്വർഗം പ്രാപിക്കാൻ പറ്റൂ. പാപങ്ങൾ അവഗണിച്ച്, പാപങ്ങളെ മറന്ന് ഒരാൾക്ക് സ്വർഗത്തിലൊന്നും പോകാൻ കഴിയില്ല. പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കേണ്ട ആളുകൾ അത് കൊടുക്കാതെ അവനെ കണ്ടില്ലെന്ന് നടിച്ച് അവനെ മറന്ന് അവന്റെ കഷ്ടപ്പാടുകൾ അറിയാതെ അവന്റെ വീട്ടിൽ നടക്കുന്ന അപ്പുറത്ത് അയൽവാസിയുടെ, ദരിദ്രനായ അയൽവാസിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാതിരിക്കാൻ വലിയ ഉയരത്തിൽ മതിൽ കെട്ടി അപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ ദയനീയ കരച്ചിൽ പോലും എനിക്ക് കേൾക്കേണ്ടെന്നർത്ഥത്തിൽ വലിയ മതിൽക്കെട്ടുകൾ പടച്ച് അങ്ങനെ പാപങ്ങളെ അവഗണിച്ച് അങ്ങനെയൊന്നും ഒരാൾക്കും സ്വർഗത്ത് പോകാൻ പറ്റില്ല, കഴിയില്ല. കൃത്യമായി നമ്മുടെ അവന്റെ അവകാശം നമ്മൾ കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവന്റെ അവകാശം കൊടുത്തു വീട്ടാത്ത, പാവങ്ങളെ പരിഗണിക്കാത്ത, അല്ലാഹു തആല നൽകിയ ഈ സമ്പത്തിന് ശുക്ർ കാണിക്കാത്തവരുടെ സമ്പത്ത് അതിനൊക്കെ പാടെ നശിപ്പിച്ച ഒന്നിലധികം ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സബക് ദേശക്കാർക്ക് 2 തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, സമൃദ്ധമായ 2 തോട്ടങ്ങൾ. ആ തോട്ടം നനക്കുവാൻ ആവശ്യമായ ജലസേചന പദ്ധതികളൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആ ജനത നന്ദികേട് കാണിച്ചപ്പോൾ അവരുടെ സമൃദ്ധമായ 2 തോട്ടങ്ങളെയും അല്ലാഹു തആല പാടെ നശിപ്പിച്ച് പകരം കുറച്ച് കാറ്റാടി മരങ്ങളും ഒരു പ്രത്യേകിച്ച് ഒരു ഫലവുമില്ലാത്ത ചെടികളുമൊക്കെ അല്ലാഹു തആല അതിന് പകരം നൽകിയ ചരിത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സബ് എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂറത്ത് ഖലമിൽ വേറൊരു സംഭവം പറയുന്നുണ്ട്. അതേ സമാനമായ അഗതികളെ പരിഗണിക്കാത്ത ആളുകളുടെ സമ്പത്ത് നശിപ്പിച്ചതിന്റെ ചരിത്രം അല്ലാഹു തആല സൂറത്ത് ഖലമിലും പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഓർത്താൽ മതി. നമ്മുടെ ധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശതമാനം എത്തിക്കഴിഞ്ഞാൽ അതിലെ ഒരു നിശ്ചിത ഭാഗം അഥവാ 2.5% പാവപ്പെട്ടവന്റേതാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വത്ത് മൊത്തം ഹറാമായി മാറും. 2.5% അല്ല ഹറാമാകുക. 1,00,000-ന് 2,500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 2,500 ഹറാമാണ്, ബാക്കിയൊക്കെ ഹലാലാണ് നല്ല ഇനർത്ഥം. മൊത്തം 1,00,000 ഹറാമാണ്. ആ 1,00,000 കൊണ്ട് അവൻ ഹജ്ജിന് പോകുന്നുവെങ്കിൽ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് അവൻ ഉംറക്ക് പോകുന്നുവെങ്കിൽ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ഉംറക്ക് പോകുന്നത്. അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുവെങ്കിൽ ഹറാമായ ഭക്ഷണമാണ് വാങ്ങിക്കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ ഡ്രസ് അണിയുന്നുവെങ്കിൽ ഹറാമായ സമ്പത്ത് കൊണ്ടാണ് ഡ്രസ് അണിഞ്ഞിട്ടുള്ളത്. അവനതുകൊണ്ട് വീട് വെക്കുന്നുവെങ്കിൽ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ആ വീട് വെക്കുന്നത്. അവൻ ഉടുക്കുന്നത്, ഉണ്ണുന്നത്, അവൻ ആ വീട്ടിൽ കിടന്ന് ശ്വസിക്കുന്ന വായു പോലും അവനെ സംബന്ധിച്ച് നിഷിദ്ധമാണ്, ഹറാമായി മാറും. എന്തിനേറെ സ്വന്തം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടത്തിൽ പോലും ആ നിഷിദ്ധം കലർന്നിട്ടുണ്ടാകും.
ചില്ലറ വിഷയമല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൊന്നു എന്ന് വിചാരിക്കുക, ഖുർആൻ പറയുന്നതാണ്. എങ്കിലും അവർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവർ സഹോദരന്മാരാണ്. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കൊന്നാലും കൊല്ലപ്പെട്ടവനും കൊന്നവനും സഹോദരൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാഹോദര്യ വൃത്തത്തിൽ ഒരാൾ വരണമെങ്കിൽ സാഹോദര്യ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സക്കാത്ത് കൊടുക്കാത്തവനാണ്. സക്കാത്ത് കൊടുക്കാത്തവൻ മുസ്ലിം സാഹോദര്യം എന്ന് പറയുന്ന വിശാലമായ വൃത്തത്തിന് പുറത്താണ്. മുസ്ലിം സഹോദരൻ എന്ന് പറയണമെങ്കിൽ സമ്പത്ത് സക്കാത്ത് കൊടുക്കാനുള്ള തോതെത്തിയിട്ടും അത് കൊടുക്കാതിരുന്നാൽ അവൻ ഈ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അത് കൊടുത്തു വീട്ടുമ്പോഴേ അവനെ ഇസ്ലാമിക വൃക്ഷത്തിൽ അവൻ ഒരു മുസ്ലിമിന്റെ സഹോദരൻ എന്ന് പോലും പറയാൻ പറ്റൂ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും ആ നിഷിദ്ധം കടന്നിട്ടുണ്ടാകും. ഭക്ഷണം കഴിക്കുമ്പോഴേ ഒരു മുടി കിട്ടിയ ആളുകൾ ഛർദ്ദിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഒരു മുടി കിട്ടിയാൽ അതിലേറെ വലിയ ഹറാമാണ് സക്കാത്ത് കൊടുക്കാത്ത ഇത് കഴിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഛർദ്ദി വരേണ്ടത്. ചെറിയ ഒരു പുഴു ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുക, കഴിക്കാൻ കഴിയില്ല. അതിലേറെ വലിയ അറപ്പോടുകൂടെ നമ്മൾ കാണേണ്ടതാണ് സക്കാത്ത് കൊടുക്കാത്ത മുതലാണല്ലോ ഞാൻ ഈ കഴിക്കുന്നത്, ഇതിന്റെ അവകാശികൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും അത് അസ്വസ്ഥരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് കണക്കാക്കി അതിനെ നിശ്ചിത വിഹിതം കൊടുക്കണം. ഇത് കണക്കാക്കൽ വലിയ പണിയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 95 ഗ്രാം വെള്ളിയുടെ കാശ് വാങ്ങാൻ അത്ര കാശ്, അത് വാങ്ങാനുള്ള കാശ് ഒരു കൊല്ലം നമ്മുടെ കയ്യിലുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ ആ സംഖ്യ 40 കൊണ്ട് ഹരിക്കുക. അതുകൊണ്ട് അതുകൊണ്ട് ആ ഫലമാണ് കൊടുക്കേണ്ടത്. അപ്പോ 1 ലക്ഷത്തെ നമ്മൾ 40 കൊണ്ട് ഹരിച്ചാൽ 2500 കിട്ടും. സക്കാത്ത് കൂട്ടാനൊന്നും വലിയ പണിയില്ല. അങ്ങനെ കൂട്ടിയാൽ അത് കണക്കാക്കി ഓരോരുത്തർക്കും ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണ്. നമുക്ക് സക്കാത്ത് നിർബന്ധമായാൽ സക്കാത്തിന്റെ അഹ്കാമുകളും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞതിന്റെ മുഫസ്സലാത്തിൽ വിശദമായി അതിന്റെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളും പഠിക്കണമെന്നല്ല, നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഈ സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ ധാരാളമുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല. ഇഹലോകത്ത് അതിന്റെ ദുരന്തങ്ങൾ, ഖബറിൽ അതിന്റെ ദുരന്തങ്ങൾ ഒക്കെ വരാനുണ്ട്. മഴ കിട്ടാതെ പോകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പരലോകത്ത് നമ്മൾ ഈ തീ തുപ്പുന്ന സൂര്യന്റെ മുമ്പിൽ നട്ടെല്ല് വെള്ളമാക്കി ഉണ്ടാക്കിയ ഈ സ്വർണവും സമ്പാദ്യമൊക്കെ നരകത്തിലിട്ട് പൊഴിപ്പിച്ചിട്ട് അല്ലാഹു തആല നമ്മുടെ നെറ്റിത്തടങ്ങൾ, നമ്മുടെ പാർശ്വങ്ങളിലൊക്കെ അതുകൊണ്ട് പൊള്ളിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ നമുക്കത് കാണാൻ പറ്റും. സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷയാണ്. അവന്റെ സമ്പാദ്യത്തെ അല്ലാഹു തആല ഒരു ഘോര സർപ്പമായി അതിനെ രൂപാന്തരപ്പെടുത്തി അതവൻ ആഞ്ഞു കൊത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അനകൻസുക് അനമാലുക്, നീ സക്കാത്ത് കൊടുക്കാതെ നിക്ഷേപമാക്കി വെച്ചിരുന്ന നിന്റെ സമ്പത്താണ് ഞാൻ എന്ന പാമ്പ് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കൊടുത്താലോ? അതുമാണല്ലോ പറയാ. കൊടുത്താൽ എന്താണ്? കൊടുത്താൽ കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന്, നമ്മുടെ സ്വത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. പലിശ അല്ലാഹു തആല നശിപ്പിക്കും, ദാനധർമ്മത്തെ അല്ലാഹു തആല വളർത്തും. എല്ലാ പ്രഭാതത്തിലും, റമദാനിൽ മാത്രമല്ല എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അഅതി മുംസികൻ, അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫൻ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾക്ക് നാശം നൽകുകയും ചെലവഴിക്കുന്നവർക്ക് പകരം നൽകുകയും ചെയ്യണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാ, നബിയിൽ നിന്ന് കേട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസ്, എല്ലാ മനുഷ്യരും അവരെ അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന വേളയിൽ സക്കാത്ത് കൊടുത്ത, സദക്ക കൊടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദക്ക ഒരു തണലാക്കി മാറ്റി ആ തണലിൽ അവരെ അല്ലാഹു തആല നിർത്തും. മശ്ശർ മുറ്റത്ത് സദക്കയുടെ തണലിൽ അവരെ നിർത്തും.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട അതിന്റെ നേട്ടങ്ങളും നൽകിയില്ല എങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചുമൊക്കെ വിശദമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലത്തമ്മാനി അലക്കമലാനി അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഇസ്ലാമിനെ ഒരു രക്തക്കൊതി ഉള്ള മതമായി പലപ്പോഴും അതിന്റെ ശത്രുക്കൾ പരിചയപ്പെടുത്താറുണ്ട്. ബദർ പോലെയുള്ള യുദ്ധചരിത്രങ്ങളെ തങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് വേണ്ടി ക്രൂരമായി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ള മൊത്തം യുദ്ധങ്ങൾ പരിശോധിച്ചാൽ ശത്രുപക്ഷത്തു നിന്നും മുസ്ലിം പക്ഷത്തു നിന്നുമായി വധിക്കപ്പെട്ട ആളുകളുടെ എണ്ണം 1000 ചില്ലാനും മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ള, നബി ജീവിച്ചിരുന്ന കാലത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്നും ശത്രുപക്ഷത്തു നിന്നുമായി വധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം 1000 ചില്ലാനാണ്. എന്നാൽ ഇസ്രായേൽ പോലെയുള്ള ഭീകര രാഷ്ട്രങ്ങൾ ഒറ്റ ബോംബേറിൽ തന്നെ അസംഖ്യം ആളുകളെയാണ് കൊന്നൊടുക്കുന്നത്. അവർ സമാധാന പ്രേമികൾ. ഇവരെ ഇസ്ലാമിനെ ക്രൂരന്മാരായും ചിത്രീകരിക്കും. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ഒരു സ്ത്രീ പോലും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു വൃദ്ധനും കൊല്ലപ്പെട്ടിട്ടില്ല. ഇവിടെയോ ഹോസ്പിറ്റലുകൾക്ക് മീതെ, വിദ്യാലയങ്ങൾക്ക് മീതെ രോഗികളെന്നോ ആരോഗ്യമുള്ളവരെന്നോ വകതിരിവില്ലാതെ കണ്ണിൽ കണ്ട പൗരന്മാരെ മുഴുവനും ചുട്ടുചാമ്പലാക്കുകയും ചെയ്യും. മറുവശത്ത് ഇസ്ലാമിലെ ന്യായമായി നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഇങ്ങനെ കാണിച്ച് ഇസ്ലാം ക്രൂരതയുടെ മതമാണെന്ന് പറയുന്ന പച്ചയായ കാപ്പട്യവും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ബദർ പോലെയുള്ള യുദ്ധങ്ങളെ സംബന്ധിച്ച് ആളുകൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ബദറിനെ ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നത് ആ ഒരു രീതിയിലാണ്. വേറെ ചില ആളുകൾ ബദറിനെ കാണുന്നത് അത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും, ബദരീങ്ങൾ എന്തിനാണോ ഈ ലോകത്ത് പാടുപെട്ട് അധ്വാനിച്ചത് ആ സത്യസന്ദേശത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുമൊക്കെയാണ്. ചുരുക്കി പറയാം, ബദർ യുദ്ധ ദിനത്തിൽ ബദരീങ്ങളുടെ പേരിൽ ആണ്ടുകൾ ആചരിക്കുന്ന ആളുകളുണ്ട്. ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4 പേരും ബദരീങ്ങളിൽപ്പെട്ടവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അവരുടെ മൊത്തം ഭരണകാലം 30 വർഷമാണ്. 4 ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരിച്ചിട്ടുള്ളത് 30 വർഷമാണ്. ഈ 30 വർഷത്തിനുള്ളിൽ ഒരാളും ബദർ അതിന്റെ ആണ്ട് ആചരിച്ചതായി കാണുക സാധ്യമല്ല. കാശില്ലാത്തോണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തൊക്കെ പൊതുഖജനാവിൽ നല്ല സമ്പാദ്യമുണ്ട്, നല്ല സ്വത്തുണ്ട്. ഈ ദീർഘമായ 3 പതിറ്റാണ്ടിനുള്ളിൽ ഏതെങ്കിലും ഒരു ബദറിൽ അതിന്റെ ആണ്ട് ആചരിച്ചതായി കാണുക സാധ്യമല്ല. പോകട്ടെ, നബി ബദരീങ്ങളിൽപ്പെട്ട ആളാണല്ലോ. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് നബി 8 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഭാര്യമാർ, നബി മരിക്കുമ്പോൾ നബിയുടെ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് പലരും മരിക്കുന്നത്. ആദ്യമായി മരിക്കുന്നത് സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയാണ്. നബിയുടെ ഭാര്യമാരിൽ ഹിജ്റ 20 അവർ മരിക്കുന്നത്. അവരും അങ്ങനെ ആചരിച്ചിട്ടില്ല. അവസാനത്തെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് നബിയുടെ ഭാര്യമാരിൽ അവസാനമായി മരിക്കുന്നത്. ഹിജ്റ 59 അവർ വഫാത്താകുന്നത്. അവരും അങ്ങനൊന്ന് ആചരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെങ്കിലും അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതാണ് വസ്തുത, ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ബദർ നൽകുന്ന സന്ദേശം ഇതൊന്നുമല്ല. ബദർ നമ്മോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് കരിവീട്ടിക്കാതലിനെ വെല്ലുന്ന ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ടത് അടിയുറച്ച, ഇളകാത്ത, ഇളക്കം തട്ടാത്ത ആദർശമാണ്. വകം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാ. എത്ര കൊച്ചു സംഘങ്ങളാണ് വൻ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. ആൾബലമോ ആയുധബലമോ അല്ല പ്രധാനം, ആദർശബലമാണ് പ്രധാനം എന്നതാണ് ബദർ നൽകുന്ന ഏറ്റവും വലിയ പാഠം. അത് ബദറിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ബദർ യുദ്ധം നടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം പക്ഷത്ത്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ അബീബക്കർ മുശ്രിക്കുകളുടെ പക്ഷത്ത്. മകൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം ഇസ്ലാം അതൊക്കെ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം ബദറിലുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. വാപ്പാനോട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, പൊന്നു പിതാവേ, നിങ്ങളെ ബദറിൽ കൊല്ലാനുള്ള ഒരുപാട് ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വാപ്പയല്ലേ എന്ന് ഞാൻ ഒഴിവാക്കിയതാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്നാൽ മുശ്രിക്കായിരുന്ന നീ ആ യുദ്ധത്തിൽ നിന്നെ കൊല്ലാൻ എനിക്കൊരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ അതൊരിക്കലും പാഴാക്കുമായിരുന്നില്ല. അതാണ് ആദർശം. അത് യുദ്ധത്തിലാവാം, യുദ്ധത്തിൽ അങ്ങനെ ആവാം. നോക്കൂ നിങ്ങൾ, ആ ആദർശം സ്വന്തം കൂടപ്പിറപ്പുകളെ യുദ്ധക്കളമായതുകൊണ്ട് വധിച്ചു കളഞ്ഞിട്ടുള്ള ധാരാളം ചരിത്രങ്ങൾ ബദറിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇന്ന് ആ ബദരീങ്ങളെ വിളിച്ചു തേടുകയാണ് ആളുകൾ. അവർ രക്തം ചിന്തിയത്, അവർ രക്തസാക്ഷിത്വം വരിച്ചത് തൗഹീദ് പുലർന്നു കാണാനാണ്. അള്ളാഹുവിനോട് മാത്രം വിളിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടാവാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ബദറിന്റെ മുന്നോടിയായി പ്രാർത്ഥിച്ചത്, ഇതൊരു കൊച്ചു സംഘമാണ് അല്ലാഹുവേ, ഇതിനെ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഭൂമുഖത്ത് നീ ആരാധിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഈ നിർണായകമായ പോരാട്ടത്തിൽ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ എന്നാണ് റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന. അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അബൂജഹലും പ്രാർത്ഥിച്ച, അല്ലാഹുവേ, ഇവിടെ ഏറ്റവും ഉന്നതമായ 2 വിഭാഗങ്ങളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഞങ്ങൾക്ക് നീ സഹായം നൽകണേ, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാളും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. നബി പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ, അബൂജഹലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? വ്യത്യാസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ മുഴുഘട്ടങ്ങളിലും അല്ലാഹുവിനെ മാത്രം വിളിക്കും. മറ്റുള്ളവർ അല്ലാഹുവിനെയും അല്ലാഹു അല്ലാത്തവരെയും വിളിക്കും. മാത്രമാണ് മർമ്മം എന്നർത്ഥം. മാത്രം എന്ന് അടർത്തി മാറ്റിയാൽ പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. ഇസ്ലാം എന്ന് ഒന്നില്ല, മാത്രമാണ് മർമ്മം. അതുകൊണ്ട് ആ മാത്രത്തിന് അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ആ ഒരു സന്ദേശം പഠിപ്പിക്കാനാണ് അവൻ ജീവൻ ദാനമായി നൽകിയത്. അതാണ് ബദർ നൽകുന്ന ചരിത്രം. ഇതിൽ ഏറ്റവും പ്രധാനം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളെ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം എത്രയും പെട്ടതിന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണാരോഗ്യവാന്മാരായി ദീനി രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ 2 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് സഹോദരങ്ങൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകിയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു തആല സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. യാതൊരു ശിക്ഷയും വിചാരണയും കൂടാതെ ആദ്യ ചാൻസിൽ തന്നെ സ്വർഗം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അവരെയും നമ്മയെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم زرنا من النار. اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.